കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ലൂസ് ചേച്ചിയാണ് നമുക്കിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ഈ പ്രദേശത്ത് ഏറ്റവും നല്ല കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലെല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേക്ക് നമുക്ക് ഉണ്ടാക്കി തരും. ഇന്ന് ഞാനിവിടെ ഒരു വാനില സ്പഞ്ച് കേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കേക്കാണിത്. വെറും ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ചേച്ചി അതിന് എന്തൊക്കെയാണ് നമുക്ക് എടുക്കുന്നത്? മൈദ, മുട്ട, പഞ്ചസാര, മെയിനായിട്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മൾ അതിനുള്ള പാത്രം തയ്യാറാക്കി വെക്കണം. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ചേർത്താണ് ഈ കേക്ക് കാണിക്കുന്നത്. ഇതിന് പകരം ബട്ടർ തേച്ച് വെക്കണം. ബട്ടർ നമ്മളിതിന് കുറച്ച് നമ്മളിങ്ങനെ ഗ്രീസ് ചെയ്ത് വെക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചും ഈ കേക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സൈഡിലെല്ലാം ഇങ്ങനെ ഓയിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തേച്ചാൽ കേക്ക് ചിലപ്പം ഇങ്ങനെ കളറ് മാറിപ്പോകും സൈഡിലെല്ലാം. നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പർ വെക്കണം അല്ലേ? നമ്മൾ ബട്ടർ പേപ്പർ ഈ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. സൈഡിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കേക്ക് എടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കേക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ സൈഡിൽ കൂടെ പിടിപ്പിക്കുന്നത്. ചേച്ചി എത്ര കിലോയുടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാനിന്നിവിടെ ഒരു 1/2 കിലോയുടെ കേക്ക് ഉണ്ടാക്കിയാണ് കാണിക്കുന്നത്. ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് എടുക്കാം. പിന്നെ ആദ്യം ഒരു 1/2 കപ്പ് മൈദപ്പൊടി. നമ്മുടെ ഈ കപ്പ് നിറച്ചേ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് വടിച്ചെടുക്കണം കപ്പിൽ. അതാണ് 1 കപ്പ് മൈദപ്പൊടി. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിന് 1 കപ്പ് മൈദ, 1 ഗ്ലാസ് മൈദ അളന്നെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമ്മൾക്ക് ഈ ബേക്കിംഗ് സോഡ ഇതിനകത്ത് ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളതിന് പകരമായിട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ നമ്മൾ 1/4 എടുത്തതിന് പകരം നമ്മൾ ബേക്കിംഗ് പൗഡർ നമ്മളൊരു 1/2 കിലോ കേക്കൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പം നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഈ മൈദപ്പൊടിയുടെ ഉള്ളിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ 3 പ്രാവശ്യം ഇത് നമ്മൾക്ക് നല്ലതുപോലെ അരിച്ച് എടുക്കണം. എന്നാലേ ഇത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഈ ഉപ്പെല്ലാം മൈദപ്പൊടിയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 3 or 4 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾക്കിനി ഈ മൈദപ്പൊടി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 1/2 കിലോ കേക്കിന് 2 മുട്ട. ഈ മുട്ട നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ എഗ് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഒരു വിസ്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് അടിച്ചെടുക്കണം അല്ലേ? നന്നായിട്ട് നമ്മളിത് അടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഈ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. നന്നായിട്ട് മുട്ട നന്നായി പതയണം. ഇനി നമ്മൾ ബീറ്റർ ഓഫായി മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഈ ബീറ്റർ ഓഫ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. വീണ്ടും അടിക്കണം.
ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് വേണം ഈ മുട്ട അടിക്കാനായിട്ട്. പഞ്ചസാരയാകുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര, പൊടിച്ചെടുത്ത ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ മിക്സിയിൽ നല്ലവണ്ണം പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചാൽ പൊടിച്ച് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണിത്. നമ്മളെ 1/2 കപ്പ് മൈദയാണല്ലോ എടുത്തത്, അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതുകൂടി ഈ മുട്ട അടിക്കുന്നതിലേക്ക് ചേർക്കണം. ഈ മുട്ട അടിക്കുമ്പോൾ കുറേശ്ശെ വേണം ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മെല്ലെ മെല്ലെ ഈ ബീറ്ററിൻ്റെ സ്പീഡ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. ആദ്യം സ്ലോയിലിടുക, പിന്നെ കൂട്ടി നമ്മൾ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരണം. ഈ മുട്ട നല്ലതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം, പതഞ്ഞെടുക്കണം. നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന റൈറ്റ് സൈഡിലേക്ക് മാത്രമേ നമ്മൾ അടിക്കാൻ പാടുള്ളൂ. മുട്ട നന്നായി അടിച്ച് മയം ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ബട്ടർ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. വീണ്ടും നമ്മൾ ഒന്നുകൂടി വളരെ കുറഞ്ഞ സ്പീഡിലിട്ട് അടിക്കണം. ഈ ബട്ടർ നന്നായിട്ട് ഈ മൈദയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിക്കണം. ഇതുപോലെ ഒരു സ്പാച്ചില, ഇതിന് സ്പാച്ചില എന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു സ്പാച്ചില ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മരത്തിൻ്റെ തടിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മളിത് ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. നമ്മുടെ ഈ സൈഡിലുള്ളതെല്ലാം നമ്മൾ താഴേക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കൂട്ടിയിടണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേച്ചി ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പല വെറൈറ്റി തരത്തിലുള്ള കേക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കൂടുതലും ചേച്ചി ഓവനിലാണ് പാനിലാണ് വെച്ച് ഉണ്ടാക്കുന്നത്? ഞാൻ പാനിലും ഓവനിലും ചെയ്യാറുണ്ട്. എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് നമ്മളിങ്ങനെ പാനിൽ വെച്ച് ചെയ്യുന്ന കേക്ക്. ഇനി നമ്മൾ ഈ മൈദപ്പൊടി നമ്മൾ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചു വെച്ച ഈ മിക്സിലേക്ക് നമ്മൾ ഇത് കുറേശ്ശെയായിട്ട് നമ്മളിട്ട് യോജിപ്പിക്കണം. നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ സ്പൂണോ അല്ലെങ്കിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മളാദ്യം ഇത് മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടുവരണം. ഇനി നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്താലാണ് നമുക്ക് അടിയിലുള്ള മൈദപ്പൊടിയൊക്കെ എന്തെങ്കിലും മിക്സ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിച്ച് വരാവുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ മിശ്രിതത്തിലേക്ക് വേണമെങ്കിൽ ഒരു ഇത്തിരി പാലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പം ചിലപ്പോൾ കുറച്ചുകൂടെ അയവ് വേണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മൾ പാല് ചേർക്കാം. പാല് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാല് ചേർക്കുവാണെങ്കിൽ ഒരിത്തിരി ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി നമുക്കൊരു കുറച്ച് പാല് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ, 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്താൽ മതി. എന്നിട്ട് ഇത് ഒരുപാട് നേരം ഇട്ടിങ്ങനെ മിക്സ് ചെയ്യരുത്. നമുക്കൊന്ന് മിക്സായി എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്
ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റൗവ് കത്തിച്ച് ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ഈ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടാകും. മൂടി വെക്കണോ? മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി എന്നാ നമ്മൾ ചെയ്യണ്ടേ? ഇനി നമ്മൾ ഈ കേക്കിൻ്റെ മിശ്രിതം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം. ഇനി നമ്മൾ ഈ പാത്രം എടുത്തിങ്ങനെ ടാപ്പ് ചെയ്യണം. ഇതിനകത്ത് വല്ല എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രം ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ചൂടായ പാനിലേക്ക് ഈ വെച്ച് കൊടുക്കാം അല്ലേ? ഈ പാത്രം ഇറക്കി വെക്കണം. ഈ അടപ്പ് വെച്ച് ഇത് അടയ്ക്കണം. ഈ പാത്രം ഇനി നമ്മൾ കേക്ക് റെഡിയായി വരുന്നത് വരെ ഈ പാത്രം നമ്മൾ തുറന്ന് നോക്കാൻ പാടില്ല. കേക്ക് പൊന്തി വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. അതുവരെ ഇത് അടച്ചനേക്കണം. നമ്മൾ ഈ ഫ്ലെയിം നമ്മൾ ഒരു ഏറ്റവും ലോയിലാണ് ഈ ഫ്ലെയിം ഇടേണ്ടത്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലോയിൽ നിന്ന് ഒരു അനക്കം നമ്മൾ മുന്നോട്ടേക്ക് വെക്കണം. ഇത് ഒരു അല്പം കൂടെ കൂട്ടി വെക്കണം. 20 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ചേച്ചി ഒരുപാട് തരത്തിലുള്ള കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് രുചികരമായിട്ട് ഒന്ന് കേക്കുകൾ ഏതാണ്? ഏറ്റവും രുചികരമായിട്ടുള്ള എൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഏറ്റവും എൻ്റെ കേക്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക് പൈനാപ്പിൾ കേക്കിനോടാണ് അവർക്ക് താല്പര്യം കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ഇത് റെഡി ആയോ എന്ന് നമുക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു ഈർക്കലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കുത്തി നോക്കുമ്പോൾ നമ്മുടെ ഈ ഇതിൽ ഒരു തുള്ളി പോലും നമ്മുടെ ഈ മിക്സ് പറ്റിപ്പിടിച്ചിട്ടില്ല. അന്നേരം നമുക്ക് മനസ്സിലാക്കാം ഈ കേക്ക് റെഡിയായി എന്ന്. ഇപ്പോൾ ഇതിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിച്ചിട്ടില്ല. നമ്മൾ ഇനി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കേക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാം. ലവ്ലി തന്നെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഇതുണ്ടോ, നല്ല ഇതിൽ നല്ല മയമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കേക്കാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വിഭവമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.